ഒരു വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇന്ത്യ പോലെ വളരെയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൽ വർഷത്തിൽ 1,00,000 യാത്രികർ എന്ന കണക്ക് എടുക്കുകയാണെങ്കിലുള്ള മരണനിരക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പ്രധാന നഗരത്തിന്റെ റോഡിനരികിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത 1,00,000 പേരിൽ 12 മരണം എന്ന കണക്കിലാണ്. അതായത് 0.012%. ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് 25 ഉയരുന്നു. കാറിൽ സഞ്ചരിക്കുന്ന ഓരോ ലക്ഷത്തിലും 10 പേർ വീതം മരണപ്പെടുന്നു. ബസ്സിലാണെങ്കിൽ ലക്ഷത്തിൽ 1-2 പേർ മാത്രം മരണപ്പെടുന്നു. ട്രെയിനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത 0.0004% മാത്രമാണ്. മെട്രോ ട്രെയിൻ ആണെങ്കിൽ അത് 0.0001% കുറയും. അതിൽ തന്നെ ട്രെയിനിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന പ്ലാറ്റ്ഫോം അപകടങ്ങൾ, ശ്രദ്ധയില്ലാതെ റെയിൽപാളം മുറിച്ചു കടക്കുക തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ. എന്നാൽ ഒരു വിമാന അപകടത്തിൽപ്പെട്ട് വിമാനയാത്രികൻ മരിക്കാനുള്ള സാധ്യത 0.000001% മാത്രമാണ്. അതായത് നിങ്ങൾ ഇടിമിന്നലേറ്റ് മരിക്കാനുള്ള സാധ്യതയേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങൾ വിമാന അപകടത്തിൽ മരിക്കാൻ. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് വിമാനയാത്രയെ ഇത്രയും സുരക്ഷിതമായി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ധൈര്യമായി വിമാനയാത്രകൾ നടത്താം.